മലങ്കര ശ്രീയാനി കത്തോലിക്ക സഭ അതിൻ്റെ പുനരൈക്യത്തിൻ്റെ സെൻറ്റിനറി ആഘോഷിക്കുന്ന കാലഘട്ടമാണ്. അവിടെയുള്ള ചർച്ചാവേദികളിലൊക്കെ മലങ്കര ശ്രീയാനി കത്തോലിക്ക സഭ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന രണ്ട് സഭകളെപ്പറ്റി പരാമർശിക്കാറുണ്ട്. അതൊന്ന് സീറോ മലബാർ സഭയാണ്, രണ്ട് കേരളത്തിലെ ലത്തീൻ സഭയാണ്. ധന്യനായ മാറിവാനീസ് തിരുമേനി സർവത്രിക സഭയോട് ചേർന്ന് പുനരൈക്യ പരീക്ഷ പ്രവർത്തനത്തിന് ആരംഭം കുറിച്ചത് കൊല്ലത്തെ ബെൻസിഗർ തിരുമേനിയുടെ അരമനയിൽ നിന്നാണ് 1930 സെപ്റ്റംബർ 20. അങ്ങനെ പുനരൈക്യപ്പെട്ട തിരുവനന്തപുരം കേന്ദ്രമാക്കി ധന്യൻ മാറിവാനീസ് തിരുമേനിയും തെയോഫിലോസ് തിരുമേനിയും മറ്റ് 3 പേരും പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയായി കണ്ടത് അച്ഛന്മാരില്ല, സിസ്റ്റേഴ്സില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് ആദ്യ കാലങ്ങളിൽ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും നൽകിയ സഭയാണ് സീറോ മലബാർ സഭ എന്നുള്ളത് സന്തോഷപൂർവ്വം അനുസ്മരിക്കുകയാണ്. ഞാൻ 10 വയസ്സ് വരെ പള്ളിയിൽ പോകുമ്പോഴും എൻ്റെ പള്ളിയിൽ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത് പാലായിൽ നിന്നുള്ള സീറോ മലബാർ സഭയിലെ അച്ഛനാണ് മലങ്കര കുർബാന ചൊല്ലുത്തുന്നത് എന്നുള്ളതാണ്. ആ ഒരു വലിയ സ്നേഹം, ഹൃദയ ഐക്യം സീറോ മലബാർ സഭയോട് എന്നുമുണ്ട്. അത് ഏറ്റവും ആദരണീയനായ റാഫേൽ തട്ടിൽ പിതാവ് ഇന്നും അപങ്കുരം കാത്ത് സൂക്ഷിക്കുന്നുള്ള സന്തോഷം ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. രണ്ടാമതായി ഞാൻ അനുസ്മരിക്കുന്ന ഒരു കാര്യം, ഞാൻ തിരുവനന്തപുരം അതിരൂപയുടെ സഹായമിത്രാനും യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തപ്പോൾ അരമനകളിൽ പിതാക്കന്മാരെ ക്ഷണിക്കുവാനായിട്ട് പോയി. അപ്പോഴന്ന് കാതലിക്ക ബാബയായിരുന്നത് ബത്തേരിയിലെ ആദ്യത്തെ പിതാവ് സിറിൽ മാർ ബസേലിയോസ് തിരുമേനിയാണ്. അപ്പോൾ തിരുമേനിയോട് പറഞ്ഞ് തലശ്ശേരി പോകുമ്പോൾ അവിടെ ഒരു തിരുമേനിയുണ്ട്, സുഭാഷൻ വെള്ളപ്പള്ളിത്തിന്, തിരുമേനിയെ കണ്ടൊരു അനുഗ്രഹം വാങ്ങിക്കുന്നത് നന്നായിരിക്കുമെന്ന്. അവിടെ ഞാൻ തലശ്ശേരി അരമനയിൽ വന്നു. അന്ന് വലിയറ്റം പിതാവാണ്. പിതാവ് എന്നെ മുളകത്തെ മുറിയിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധനും താപസ്യനുമായ സെബാസ്റ്റ്യൻ വെള്ളപ്പള്ളി പിതാവാണ് ആദ്യമായി എൻ്റെ തലയിൽ മെത്രാനാകാനായിട്ട് കൈവച്ചത് എന്നുള്ള ഒരു ബന്ധം ഞാനിവിടെ ഓർക്കുകയാണ്. ആ ഒരു ബന്ധം അഭിനന്ദനായ വലിയമറ്റം പിതാവും ഞല്ലക്കാട്ട് പിതാവും ഇപ്പോൾ വളരെ ശക്തമായ രീതിയിൽ പമ്പ്ളാനി പിതാവും തുടരുന്നു എന്നുള്ളതും സന്തോഷത്തോടെ ഇവിടെ അനുസ്മരിക്കുകയാണ്. അപ്പോൾ സീറോ മലബാർ സഭയുടെ വളർച്ചയെന്നോ ലത്തീൻ സഭയുടെ വളർച്ചയെന്നോ അല്ലെങ്കിൽ മലങ്കര സഭയുടെ വളർച്ചയെന്നല്ല, മറിച്ച് നമ്മളുടെ സഭയുടെ വളർച്ചയാണ് ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് എന്നതാണ്. ഇപ്പോൾ ഇവിടെ 500 വൈദികര് ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ കേരള സഭയുടെ വളർച്ചയുടെ ഒരു വലിയ അടയാളമാണ്. ഇവിടെ മലങ്കരക്കാർ വൈദിക വിദ്യാർത്ഥികളെ പഠിച്ചിരുന്നു. ഇപ്പോഴേ പഠിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊരിക്കൽ ഒരു സെമിനാരിക്കാരനോട് ചോദിച്ചു. ഇവിടെ പഠിച്ച സെമിനാരിക്കാരനാണ്, കോട്ടയത്ത് പഠിക്കുന്നുണ്ട്, തൃശ്ശൂരുണ്ട്, ആലുവായിലുണ്ട്. ഇങ്ങനെ പലയിടത്തും പഠിക്കുന്ന അവസരത്തിൽ അവരെ കാണുമ്പോൾ ചുമ്മാ തമാശ ചോദിച്ചു, ഈ കുന്നോത്ത് സെമിനാരിയിൽ ഗുഡ് ഷെപ്പേർഡ് സെമിനാരി പഠിച്ചിട്ട് ബ്രദറിന് എന്ത് കിട്ടി, അല്ല എന്താണ് അവിടുന്ന് ലഭിച്ചത്? അപ്പോൾ ഈ ബ്രദർ പറഞ്ഞ 3 കാര്യം ഞാൻ അനുസ്മരിക്കുകയാണ്. വളരെ ലളിതമായ കാര്യം പറഞ്ഞത്, ദേ ലൗഡ് മീ. ഈ സെമിനാരി എന്നെ സ്നേഹിച്ചു. ഒരു സെമിനാരി വൈദിക വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ തിയോളജി എന്ന് പറയുന്നത് അവർ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള ഒരു അനുഭവമാണ്. രണ്ടാമതായിട്ട് ഈ ബ്രദറെ പറഞ്ഞത്, ദേ ട്രസ്റ്റഡ് മീ. എന്നെ അവർ വിശ്വസിച്ച് എൻ്റെ കഴിവുകളൊക്കെ വളർത്തുവാനായിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്.
സെമിനാരിയിലെ പ്രവർത്തനം നമുക്കറിയാവുന്ന പോലെ ഇവിടെ പല രീതിയിൽ പരാമർശിക്കപ്പെട്ടു. പക്ഷേ ഇവിടെ കടന്നു വരുന്ന എല്ലാ വൈദിക വിദ്യാർത്ഥികളുടെയും കഴിവുകൾ വിശ്വസ്തയോടെ വളർത്തുവാനായിട്ടുള്ള ഒരു എൻവയൺമെന്റ് സെമിനാരി വൈദിക വിദ്യാർത്ഥികൾ കൊടുക്കുന്ന വലിയ ഒരു സംഭാവനയാണ്. മൂന്നാമത് ഈ ബ്രദർ എന്നോട് പറഞ്ഞു, ദേ കെയർ മീ, അവരെന്നെ നന്നായിട്ട് സംരക്ഷിച്ചു, നല്ല ഭക്ഷണമൊക്കെ തന്ന് നല്ല കളികളൊക്കെ തന്ന് എന്നെ സംരക്ഷിച്ചു. ഇപ്പോൾ ഈ സെമിനാരിയിലെ ഒരു സെമിനാരി വിദ്യാർത്ഥിക്കുണ്ടായ 3 അനുഭവങ്ങളാണ്. ദേ ലവ്ഡ് മീ, ദേ ട്രസ്റ്റഡ് മീ ആൻഡ് ദേ കെയർ മീ. ഈ കുന്നോത്ത് സെമിനാരി കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ ആരംഭം കുറിച്ച് അത് 25 വർഷം പൂർത്തിയാക്കി മുന്നോട്ട് പോകുമ്പോൾ ഈ സെമിനാരിയിൽ പഠിച്ച എല്ലാവർക്കും ഈ ജൂബിലി വർഷം ജൂബിലി ഈസ് എ ടൈം ഓഫ് ജോയ്, എ ടൈം ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, എ ടൈം ഓഫ് റിമംബറൻസ് ആൻഡ് റീ ഡെഡിക്കേഷൻ. അങ്ങനെ അടുത്ത സുവർണ ജൂബിലിയോ സെഞ്ചുറിയോ ഒക്കെ ആഘോഷിക്കുമ്പോൾ മലബാറിന്റെ വിശ്വാസ ഒരു ഗോപുരമായി, നമ്മളുടെ സഭയിലെ ഒരു പ്രകാശ ഗോപുരമായി, മലബാറിലുള്ള എല്ലാ സഭകളുടെയും ശക്തി സ്രോതസ്സായി നമ്മുടെ ഈ സെമിനാരി വളർന്ന് വികസിച്ച് നന്മകൾ പ്രവർത്തിക്കുവാൻ ഈ ജൂബിലിയുടെ ആഘോഷത്തിന് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ ബസേലിയസ് ക്ലെമീസ് കാതോലിക്ക ബാവയുടെയും സഭയിലുള്ള എല്ലാ പിതാക്കന്മാരുടെയും വേദികയുടെയും സന്യാസിയുടെയും ദൈവജനത്തിൻ്റെയും ജൂബിലി ആശംസകൾ നേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട റക്ടസിനും അതുപോലെ പഠിപ്പിക്കുന്ന വൈദിക വിദ്യാർത്ഥികൾക്കും പഠിപ്പിക്കുന്ന അധ്യാപകർക്കും എല്ലാവിധമായ ദൈവ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.